അങ്ങനെയൊക്കെ ഉണ്ട്. കാരണം വെള്ളത്തിന്റെ ഒഴുക്ക് കണ്ടതുപോലെ മൂന്നൈറ്റം കടൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അത് നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞ മനസ്സിലായി. നമ്മുടെ ഭാഷയിൽ കരനീരെന്ന് പറയുന്ന ഒരു കടൽ വരും. കരനീരെന്ന് പറയും. അതിലൊരു കട്ടിച്ചെമ്മണ്ണ് പോലുള്ള ഒരു കളറ്, ചുവപ്പ് കളർ വരും. പിന്നെ ഒരു കടൽ, ഒരു കറുത്ത കടൽ എന്ന് പറഞ്ഞിട്ട് ഒരു കടൽ വരും. ഈ മാസം വരും, അതായത് ജനുവരി ഫെബ്രുവരി മാർച്ചിൽ വരും നീലക്കടൽ. അവിടെ നിന്ന് ആ വലുവ് ഇങ്ങോട്ട് വരുമ്പോൾ, ഒഴുക്ക് കിഴക്കുന്ന് വടക്കോട്ട് വരുമ്പോൾ ആ കടൽ വരും. തെക്കുന്ന് വരുമ്പോൾ കടലിനൊരു ശാന്തമായ ഒരു അന്തരീക്ഷം വരും. ഇവിടെ നിന്നൊരു, അതിനെ നമ്മുടെ ഭാഷയിൽ കടവാക്കെന്ന് പറയും. അതല്ല, കടൽ കുളഞ്ഞു മറിഞ്ഞ് കിടക്കുന്ന ഒരു കളറിന്റെ എല്ലാം കൂടി ഒരു പരുവത്തിൽ കിടക്കും. ആ പരുവത്തിലാണ് ഈ ജൂൺ ജൂലൈ മാസമുള്ള മത്സ്യങ്ങൾ ഉണ്ടാകുന്നത്. ഇത് ആരുടെ? അതായത് കടലിൽ നിന്ന് വരുന്ന ജനുവരി ഫെബ്രുവരി മാർച്ചിലൊക്കെ വരുന്ന നീലക്കടൽ എന്നും പറയും, കറുത്ത കടലെന്നും പറയും, കറുപ്പ് കടലെന്നും പറയും. കറുത്ത കടൽ, കറുപ്പ് കടൽ, നീലക്കടൽ എന്നൊക്കെ പറയുന്ന മൂന്നൈറ്റം കടൽ വരും. അല്ലാതെ ഈ മെയ് ജൂൺ ജൂലൈ ആഗസ്റ്റ് മാസം വെച്ചാൽ കടവാക്ക് വെച്ച് നിൽക്കുന്ന ഒരു പരുവം എന്ന് പറയും. അതായത് ഈ കടലൊക്കെ കുളഞ്ഞു മരിഞ്ഞ് മണ്ടിയുമായിട്ട് ഇങ്ങനെ കിടക്കും. ആ കണ്ണിനും മീനിന്റെ എണ്ണം കാഴ്ച കിട്ടൂല. ഈ സമയത്താണെങ്കിൽ നമ്മൾ ഏതാണ്ട് ഒരു 5 കിലോമീറ്റർ അല്ലെങ്കിൽ 2 കിലോമീറ്റർ ഉള്ളിൽ പോകാൻ മണൽ നമുക്ക് കാണാം. കടലിന്റെ അടിയിലുള്ള മണൽ ഒരു തെളിഞ്ഞു നിൽക്കും. ഞണ്ടുകൾ ഓടുന്നത് കാണാം, വേസ്റ്റുകൾ കിടക്കുന്നത് കാണാം, കടലിന്റെ മണ്ണിന്റെ ഓളം കാണാം. ഇങ്ങനെ ഒരുമാതിരി ഇങ്ങനെ ഓളം വെച്ച് മണലൊക്കെ നിൽക്കുന്ന പടി പോലെ ഇങ്ങനെ കയറി പോകുന്ന പോലെ ഓളം കാണാം. മറ്റു സമയത്താണെങ്കിൽ മെയ് ജൂൺ ജൂലൈ ആഗസ്റ്റ് ആണെങ്കിൽ ആ ഓളങ്ങളൊന്നും കാണൂല. കടൽ അന്തരീക്ഷം ഇരുള് കൊണ്ട് മൂടി നിൽക്കും. അതാണ് ഈ മത്സ്യത്തിന്റെ നല്ല മീനുകൾ വരുന്ന കാലാവസ്ഥയുള്ള സമയം. നമ്മൾ വെറുതെ കിടക്കുമ്പോൾ ചിലപ്പോൾ അവിടെ നിന്ന് ഒഴുക്ക് വരുന്നത് ഒരു 2-3 സ്പീഡിൽ അങ്ങ് പോകും. അതായത് നമ്മൾ ബസ്സിൽ ഇപ്പൊ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മിനിമം 10 സ്പീഡിൽ പോകും. വെള്ളത്തിന്റെ ഒഴുക്ക് വരുമ്പോൾ 20 സ്പീഡിലും ഒഴുക്കും കൊണ്ടുപോകും. അതുപോലെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരും, തിരിച്ച് കടലിൽ നിന്ന് മുകളിൽ നിന്ന് കരയിലേക്ക് വരും, കരയിൽ നിന്ന് ഉള്ളിലേക്കും പോകും. അത് 4 ദിശയിലും ഒഴുക്ക് മാറുന്നുണ്ട്. അതെങ്ങനെ സംഭവിച്ചെന്ന് പറഞ്ഞാൽ നമുക്കറിയില്ല, ശാസ്ത്രജ്ഞന്മാർക്ക് പറയാൻ പറ്റും. അത് തന്നെ ആ രീതി. മേലാച്ചേൽ എന്ന് പറഞ്ഞാൽ അതാണ് ജൂൺ ജൂലൈ ആഗസ്റ്റ് മാസം വരുന്നത് മേലാച്ചേൽ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നതും, ജനുവരി ഫെബ്രുവരി മാർച്ചിലൊക്കെ വരുന്നത് കീഴാച്ചേൽ ഇങ്ങോട്ട് വരുന്നതും, പിന്നെ മാർച്ച് ഏപ്രിലൊക്കെ വരുമ്പോൾ ഉള്ളുന്ന് കടല് തിരയടിച്ച് കരയിൽ കയറുന്നത്. അങ്ങനെ 3-4 ചേലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വരും. അത് ചേലെന്ന് ഇവിടെ നമ്മുടെ നാടൻ ഭാഷയിൽ പറയുന്നത്. അത് അതായത് ജൂൺ ജൂലൈ ആഗസ്റ്റ് മാസം ഞങ്ങൾ മറ്റേ വിഴിഞ്ഞത്ത് പണിക്ക് പോകുമ്പോൾ അതിന് കരുവണ്ടെന്നാണ് പേര് പറയാത്. കരുവണ്ടെന്ന് പറയും. കറുത്ത താറാവാണ്. ഒരെണ്ണത്തിന് 2-3 കിലോ വരെ വലിപ്പമുള്ളതുണ്ടാവും. ചിലപ്പോൾ 5 കിലോ വലിപ്പമുള്ളതുണ്ടാവും. മത്സ്യത്തിന്റെ ഒരു അന്തരീക്ഷത്തിന്റെ മണം അടിച്ച് അതങ്ങനെ ഒഴി വെക്കേണ്ടേയിരിക്കും. അവിടെ വെള്ളത്തിന്റെ ഒരു പാടം തന്നെ അവിടെ കിടക്കും. എണ്ണപ്പാടം പോലെ ഒരു പാടം കിടക്കും. അവിടെ വളച്ചാൽ മീൻ കറക്റ്റായിട്ട് ഉണ്ടാവും. അങ്ങനെ ഒരുപാട് അനുഭവമുണ്ട്. അത് കേടുമ്പോൾ എന്നെക്കാളും മത്സ്യം അറിയാനുള്ളത് പോലെയാണ് ഈ ചോദ്യം വന്നത്.